ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്രായമൊക്കെ ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടാൽ ചില ചെറുപ്പക്കാരെന്ന് പറയുന്നവന്മാർ വന്ന് വലിയ പ്രശ്നമാണ്. തന്ത വൈവുകൾ മുതുക്കന്മാർക്ക് ഇവിടെ എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണുള്ളത്. ഈ പറയുന്നവന്മാരൊക്കെ എന്തെങ്കിലും നല്ലൊരു പോസ്റ്റ് ഇടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. എൻ്റെ കൂട്ടുള്ള 58 60 വയസ്സുള്ള ആൾക്കാർ കണ്ടത്രയും ലോകം നിങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ 2 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതായത് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കാലഘട്ടം, എഴുത്തുകളും കത്തുകളും മാത്രമുള്ള കാലഘട്ടം. പിന്നീട് പയ്യെ പയ്യെ TV വന്നു, ലാൻഡ് ടെലിഫോൺ വന്നു, പിന്നെ പേജർ വന്നു, പിന്നെ മൊബൈൽ വന്നു, കമ്പ്യൂട്ടർ വന്നു, ഇന്റർനെറ്റ് വന്നു. ഇതെല്ലാം കണ്ടവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ അറിവുകൾ നിസ്സാരമല്ല. ഞങ്ങളെ വെറുതെ പുച്ഛിക്കരുത്. പുച്ഛിച്ചാലും ഒന്നുമില്ല. പുച്ഛിക്കുന്ന നിങ്ങളുടെ പുച്ഛത്തിന് അടിസ്ഥാനമില്ലെന്നേ എനിക്ക് പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ല കണ്ടന്റുകൾ, നല്ല പോസ്റ്റുകൾ, നല്ല വീഡിയോകൾ ഇടുന്ന ആൾക്കാരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കുറച്ച് സിനിമാ പാട്ടിന് നാക്കനക്കും അല്ലാതെ ശരിക്കും മറ്റൊരാൾ ശ്രദ്ധിക്കത്തക്ക തരത്തിലുള്ള, എല്ലാ കാലത്തും ചിലപ്പോൾ കാണത്തക്ക തരത്തിലുള്ള യാതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സിനിമാ പാട്ടുകളുടെ അനുകരണം മാത്രമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ അനുകരണത്തിൽ വലിയ അർത്ഥമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല പാട്ടുകൾ പാടിയിടുന്ന അപൂർവം ചിലരുണ്ട്. അവരെയൊക്കെ ശ്രദ്ധിക്കപ്പെടും. അവരൊക്കെ എക്കാലത്തും അവരുടെ വീഡിയോകൾ മറ്റുള്ളവർ കാണുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വീഡിയോകൾ ഇടുമ്പോൾ ആ വീഡിയോകളൊന്നും സ്ഥിരമായി നിലനിൽക്കുമെന്നോ നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റുമെന്നോ വിചാരിക്കരുത്. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ധാരാളം വീഡിയോ ഇടുന്ന ആളാണ്. പക്ഷേ എൻ്റെ അടിസ്ഥാനം യൂട്യൂബാണ്. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അത് നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്താം. 2000-ൽ പരം വീഡിയോകൾ എൻ്റെ യൂട്യൂബിലുണ്ട്. ആ യൂട്യൂബിലുള്ള വീഡിയോകൾ, പഴയ വീഡിയോ ഉൾപ്പെടെ പെട്ടെന്ന് എനിക്ക് കണ്ടെത്താം. 2012-ലാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ കാരണം അന്നാന്ന് തോന്നുന്നു യൂട്യൂബ് ആദ്യമായിട്ടൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം എൻ്റെ വീഡിയോകൾ സൂക്ഷിക്കാനുള്ള ഒരു കലവറയായിട്ടാണ്. യഥാർത്ഥത്തിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്തു ഇട്ടു. പല വീഡിയോകളും ഞാൻ അറിയാതെ തന്നെ ഒത്തിരിയും പേര് കണ്ടു. ഞാനിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആനയൂട്ടെന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഒത്തിരിയും പേര് കണ്ടു. അതൊക്കെ വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മകനാണ് ഇത് കണ്ടിട്ട് ഇത് 1.5 മില്യൺ ആൾക്കാർ കണ്ടു എന്നൊക്കെ പറഞ്ഞത്. പിന്നെയാണ് മോണിറ്റൈസ് ചെയ്തത്. ഇപ്പോഴും ആ വീഡിയോകൾ എനിക്ക് കണ്ടെത്താൻ യാതൊരു പ്രയാസവുമില്ല. സെർച്ച് കൊടുത്തിട്ട് ആനയൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് കിട്ടും. അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും എളുപ്പമാണ്. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മാത്രം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ കൂടെ അപ്ലോഡ് ചെയ്യണം. അത് പെർമനൻ്റ് ആയിട്ട് അവിടെ കിടക്കും. നിങ്ങൾക്ക് കണ്ടെത്താനും എളുപ്പമാണ്. തന്നെയുമല്ല, അതിൻ്റെ ക്ലാരിറ്റി വളരെ കൂടുതലാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മൾ ഏത് നല്ല വീഡിയോ ഇട്ടാലും അവർ സൈസ് കുറയ്ക്കും. അത് ജസ്റ്റ് മനുഷ്യർ കാണത്തക്കൊണ്ടുള്ള തരത്തിലുള്ള ചെറിയ സൈസിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ യൂട്യൂബ് സൈസ് കുറച്ചാലും അതിൻ്റെ ആ ക്ലാരിറ്റി നിലനിർത്തിയാണ് കുറയ്ക്കുന്നത്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെറിയ സൈസായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ഇടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നതിനൊപ്പം തന്നെ ആ ഒറിജിനൽ വീഡിയോകൾ അതേപടി യൂട്യൂബിലും കയറ്റണം. പിന്നെ ചില ലാൻഡ്സ്കേപ്പായിട്ടും പോർട്രേറ്റ് ആയിട്ടും വീഡിയോ എടുക്കും, ഷോർട്സ് ആയിട്ടും ഒക്കെ, റീലായിട്ടും ഒക്കെ. റീലായിട്ട് എടുക്കുന്നത് പോർട്രേറ്റ് ടൈപ്പിലാണ്. പോർട്രേറ്റ് ടൈപ്പിൽ മാത്രം വീഡിയോകൾ എടുത്താൽ ചെറിയ വീഡിയോകളാണ്. എന്നാൽ ഒരു സ്ഥലത്ത് പോകുന്ന ദൃശ്യം, നമ്മൾ ഒരു യാത്ര, ഒരു സ്ഥലത്ത് പോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ ഏറ്റവും നല്ലത് ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കുന്നതാണ്. മറ്റേതൊരു ഷോർട്ടായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കാണുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സൗന്ദര്യം തീർത്തും നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുന്നത് ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കുന്നതാണ്. TV യിൽ കാണുന്നത് ലാൻഡ്സ്കേപ്പായിട്ടാണ്. പെർമനൻ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടുന്ന വീഡിയോകൾ, ആ ദൃശ്യങ്ങൾ എല്ലാം ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പോർട്രേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ വെറുതെ ഉള്ള സംസാരം, നമ്മുടെ മുഖം മാത്രം മതിയെങ്കിൽ പിന്നെ പോർട്രേറ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ നമ്മുടെ മുഖവും, അല്ലെങ്കിൽ നമ്മുടെ മുഖമില്ലാതെ പ്രകൃതിയും മറ്റ് യാത്രകളും ഒക്കെ ആണെങ്കിൽ ലാൻഡ്സ്കേപ്പാണ് നല്ലത്. അതാണ് കാഴ്ചയ്ക്ക് ഭംഗി. ഭാവിയിൽ വേണമെങ്കിൽ ആ ലാൻഡ്സ്കേപ്പ് വീഡിയോകൾ എടുത്ത് നമുക്ക് പോർട്രേറ്റ് ആയിട്ടും മാറ്റാം. പക്ഷേ പോർട്രേറ്റ് ആയിട്ട് മാത്രം എടുത്താൽ പിന്നെ അത് ലാൻഡ്സ്കേപ്പ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇടുക. നിങ്ങൾ തന്ത വൈബെന്നോ അപ്പൂപ്പൻ വൈബെന്നോ എന്തോ വേണമെങ്കിൽ പറഞ്ഞുകൊള്ളുക.
പക്ഷേ ഞാൻ വീഡിയോ ഇടും. നിങ്ങൾക്ക് മനസ്സുള്ളവർ കാണാം, ഇല്ലാത്തവർ കാണണ്ട. ഞങ്ങളുടെയൊക്കെ കാലത്ത് തന്ത വൈബ് എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, മൂപ്പിലാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ തന്ത വൈബാക്കി. ഓരോ കാലത്തിനനുസരിച്ച് പ്രായമുള്ളവരെ പുച്ഛിക്കുന്ന വാക്കുകളും മാറിക്കൊണ്ടിരിക്കും. അതിനൊന്നും എനിക്ക് യാതൊരു വ്യഥയുമില്ല, വിഷമവുമില്ല, യാതൊന്നുമില്ല. നിങ്ങളോടൊപ്പം തന്നെ ഞാൻ ഇടിച്ചു നിൽക്കും അന്ത്യം വരെ. അത് ഇടിച്ചു നിന്നെങ്കിലേ പറ്റൂ. അതെൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ മാത്രം തീരുമാനിക്കും. ഇത് എൻ്റെയും കൂടെ ലോകമാണ്, നിങ്ങളുടെ മാത്രമല്ല. നിങ്ങളെക്കാളൊക്കെ മിടുക്കനാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് സത്യവുമാണ്. കൂടാതെ മറ്റൊരു കാര്യം പറയട്ടെ. ഈ പൂർണ്ണന്മാരായ ചെറുപ്പക്കാർ അവർ അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ ഈ 58ാമത്തെ വയസ്സിലും 100-150 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടും, 100 കിലോമീറ്റർ നടക്കാം, ഒരു 10-21 കിലോമീറ്റർ ഓടാം, അതായത് ഹാഫ് മാരത്തോൺ ഓടാം, നീന്താം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയേറെ ചെയ്യാം. ഇപ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് കഴിഞ്ഞ് വന്നതാണ്. കേരളത്തിലെ ഏറ്റവും കഠിനമായ ട്രക്കിംഗാണ്, ലെങ്തി ട്രക്കിംഗാണ് അഗസ്ത്യാർകൂടം. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. തിരുവാഭരണ ഘോഷയാത്രയോട്, അതായത് ശബരിമല തിരുവാഭരണ ഘോഷയാത്രയോട്, അത് മകരവിളക്കിനും ഞങ്ങൾ നടക്കുന്നത് 48 മണിക്കൂർ കൊണ്ട് 100-ൽ പരം കിലോമീറ്ററാണ്. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഏത് ചെറുപ്പക്കാരുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ കുത്തിയിരുന്ന് എന്നെപ്പോലുള്ളവരെ കുറ്റം പറഞ്ഞു? ഒറ്റയൊരുത്തനില്ല, എല്ലാം പൂർണ്ണന്മാരാ. വയറും ചാടി, കവിളും ചാടി, അകാല വാർദ്ധക്യം ഉണ്ടായി, സ്ത്രൈണത ബാധിച്ച അവരുടെയൊക്കെ ചെസ്റ്റ് കാണണം. ഉടുപ്പൂരിയിട്ട് കഴിഞ്ഞാൽ ചെസ്റ്റാണോ ബ്രസ്റ്റാണോ എന്ന് അറിയത്തില്ല. ബ്രസ്റ്റായിട്ട് നമുക്ക് തോന്നും. അതായത് സ്ത്രൈണത കൂടുതലാണ്. പുരുഷ ഹോർമോൺ കുറവാണ്. സ്ത്രൈണത കൂടുതലുള്ള ചെറുപ്പക്കാരാണ് ഭൂരിപക്ഷവും. വളരെ അപൂർവം ചെറുപ്പക്കാരുണ്ട്, അവർ നന്നായിട്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് ഓടുകയൊക്കെ ചെയ്ത് നന്നായിട്ട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ചില എംബോക്കുകളാണ് കുത്തിയിരുന്ന് കുറ്റം പറയുന്നത്. ആദ്യം അവനവൻ ആർജിക്കുക, വെറുതെ അസൂയ പാടില്ല. ഈ 58ാമത്തെ വയസ്സിൽ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു അത് ചിന്തിക്കുക. നന്നായി ജിമ്മ് ചെയ്യുന്നുണ്ട്. ബെഞ്ച് പ്രസ് 90 കിലോ വരെ ഞാൻ ചെയ്യും, 80 കിലോ വിത്തൗട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഓരോന്നും. ലെഗ് എക്സ്റ്റൻഷൻ 180 കിലോ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യും. അങ്ങനെ ഓരോന്നും. ആർക്കെങ്കിലും മത്സരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വരിക. പുഷപ്സ് തന്നെ നമുക്ക് മത്സരിച്ച് നോക്കാം, ചിന്നപ്പ് മത്സരിച്ച് നോക്കാം, പാരൽ ഡിപ്സ് മത്സരിച്ച് നോക്കാം. അങ്ങനെ ഓരോന്നും. നിങ്ങൾ പലരും ഞങ്ങളോടൊന്ന് മത്സരിക്കാനുള്ള കഴിവുള്ളവരല്ല എന്നുള്ളത് തീർത്തും എനിക്കറിയാം. പിന്നെ അസൂയ കൊണ്ടും ഒക്കെ ഇങ്ങനെ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്നതാണ്. അത് ഭൂരിപക്ഷം പേർക്കും അറിയാം. ഞങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. ഇനി നാളെ ഞങ്ങൾ വീഴാം, പക്ഷെ എന്നാലും കഴിവ് ഞങ്ങൾ തെളിയിച്ചതാണ്. നിങ്ങളും തെളിയിക്കുക. ഇതൊരു മോട്ടിവേഷനായിട്ട് കണക്കാക്കുക. ഇത് നിങ്ങളെ അവഹേളിക്കലല്ല, മോട്ടിവേഷനായിട്ട് കണക്കാക്കുക. നന്ദി.